ഹലോ എവ്രിവൺ. ഹലോ. ഒരു ഗസ്റ്റ് ഉണ്ട്, വിജേഷിന്റെ ഭാര്യയാണ്, ശ്രീരഞ്ജിനി ടീച്ചറാണ്. ബാക്കി പറഞ്ഞുതരാം. അങ്ങനെ 2 ദിവസം ലേറ്റായി. വെള്ളിയാഴ്ച റിലീസായതാണല്ലേ ആദി, ലാലേട്ടന്റെ മകന്റെ സിനിമയാണ്. അങ്ങനെ ഇന്ന് കണ്ടു നമ്മൾ. ബിഫോർ വി ഗെറ്റ് ഇൻ ടു ദിസ്, ഇപ്പം പേഴ്സണലായിട്ടും അല്ലാതെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് 3 പേർക്കും ഒരുപാട് ചങ്ങാതിമാരുടെ റിക്വസ്റ്റ് വന്നു. നിങ്ങൾ ആദ്യം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക, ഒരുപാട് പേര് ഒപ്പീനിയൻ ചോദിച്ചു. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ലെഫ്റ്റ് റൈറ്റ് സെന്റർ ഒന്നും നോക്കാണ്ട് സിനിമ കണ്ടിട്ട് ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നു. ഐ തിങ്ക് കുറച്ച് പേരാണെങ്കിൽ പോലും താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. നോ ഷുറു കറോ. എനിക്ക് സിനിമ ഈ പറഞ്ഞ പോലെ വളരെ ടൈലർ മെയ്ഡ് ഫോർ പുള്ളിയുടെ സ്ട്രെങ്സിന് മാത്രമായിട്ട് ടൈലർ മെയ്ഡ് സിനിമ എടുത്തത്. ഒരു ലോഞ്ച് പാഡിന് വേണ്ടി ചെയ്തിട്ടുള്ള സിനിമയാകുമ്പോൾ പുള്ളിയുടെ സ്ട്രെങ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പാർക്കൂറും മ്യൂസിക് അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിനെ ഭയങ്കര എംഫസൈസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഐ തിങ്ക് ഞാൻ പറയാം ആ സിനിമയുടെ ഒരു പക്ഷേ ഇപ്പോൾ പ്രണവ് മോഹൻലാൽ എന്നൊരു ടാഗ് ഇല്ലായിരുന്നെങ്കിൽ ഐ എം നോട്ട് ഷുവർ ഇഫ് ഹി വിൽ ഗെറ്റ് എ ചാൻസ്. ബിക്കോസ് പുള്ളിയുടെ ആക്ടിങ് സ്കിൽസ് ഒരുപാട് ഹോൺ ചെയ്യാനുണ്ട്. ബട്ട് യെസ്, ഹീസ് എ വെരി ഗുഡ് അത്ലീറ്റ്. ഒബ്വിയസ്ലി പാർക്കൂർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആക്ഷൻ ഇസ് കിക്ക് ആസ്. ബട്ട് സിനിമയുടെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും എ പേഴ്സൺ, an actor, better actor would have actually taken this film to a whole new level. അപ്പോൾ എന്തായാലും ഹീസ് ഗെറ്റിംഗ് എ സ്റ്റാർട്ട്, ഹി വിൽ ഗെറ്റ് മോർ റോൾസ്, കുറച്ചും കൂടെ ചാൻസസ് കിട്ടും. ബട്ട് എനിക്ക് തോന്നുന്നു അച്ഛൻ മോനെ കാര്യമായിട്ട് ട്യൂഷൻ എടുക്കേണ്ടത് ഇരിക്കണു അല്ലേ? അത് ഡെഫിനറ്റ്ലി എന്തായാലും ഉണ്ടാവും. ഈ പറയുന്ന പോലെ എല്ലാ ന്യൂ ജനറേഷൻ ആക്ടേഴ്സും പണ്ടത്തെ പോലെ നമ്മുടെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു സെനാരിയോ ഇല്ല. കാര്യം എല്ലാവരുടെയും പാരന്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സ് ഫിലിം ഫീൽഡിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് അവസരം ഒരുക്കി കൊടുക്കുന്നു. അതിനകത്ത് ആദ്യം വന്ന് ഈ പറയുന്ന ഫഹദ് ഫാസിലിന്റെ കാര്യം പറഞ്ഞ പോലെ ആദ്യം വന്നപ്പോഴത്തേക്ക് ആകെ കുളമായിരുന്നു. പക്ഷെ കംബാക്ക് എന്ന് പറയുന്നത് ഉഗ്രനായിട്ട് അതുപോലെ ആയാൽ പ്രണവ് മോഹൻലാലിന് കൊള്ളാം. അല്ലല്ല, അതുപോലെ ആയാലെന്നല്ല, പ്രണവ് മോഹൻലാലിന്റെ ഇപ്പോഴുള്ള ഒരു സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഒരുപക്ഷെ അധികം മലയാളത്തിൽ ആർക്കും ഇല്ലാതെ അത്രയും അത്ലറ്റിസിസം ആർക്കുമില്ല. ഐ മീൻ ഹി ക്യാൻ ആക്ച്വലി ടേക്ക് ആക്ഷൻ മൂവി ടു എ വെരി ന്യൂ ലെവൽ ഇൻ മലയാളം. നമ്മുടെ ഹിന്ദിയിൽ അക്ഷയ് കുമാർ ലെവലിലോട്ട് നമ്മുടെ ഈ മലയാള സിനിമയെ ഉയർത്തിക്കൊണ്ട് വരാനാണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇനിയിപ്പോ പ്രണവ് മോഹൻലാലിനെ ഡിപെൻഡ് ചെയ്യണം. 2 things. ഒന്ന്, പുള്ളിക്കാരൻ ഇതുവരെ കണ്ടത് വെച്ചിട്ട് ഇന്റർവ്യൂസ് ഒക്കെ വെച്ചിട്ട് നാച്ചുറലി ഭയങ്കര മറ്റേ ആക്റ്റീവ് ഒരു എക്സ്ട്രോവേർട്ട് ടൈപ്പ് അല്ല. സോ ഇപ്പം അജയ് ദേവഗൻ എന്ന് പറയുന്ന ആക്ടറിന് 2 നാഷണൽ അവാർഡ്സ് ഉണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് ആക്ടർ. ബട്ട് പുള്ളി വളരെ സൈലന്റ് ടൈപ്പാണ് നാച്ചുറലി. So if this guy can actually learn to act better, body language ഒക്കെ ആക്ടിംഗ് വൈസ് ആക്കി കഴിഞ്ഞാൽ he's one good fight and he'll get more chances. അതാണ് പറഞ്ഞത്, സാധാരണ ആർക്കും കിട്ടാത്ത അവസരങ്ങൾ കിട്ടും. ഒരു മിനിറ്റ്, നമ്മളൊരു സ്ത്രീയുടെ ഒരു പെർസ്പെക്ടീവിൽ ആ സിനിമ, കാരണം ഐ എം ഷുവർ ബോയ്സ് വിൽ ലൈക്ക് ദ ഫിലിം. കാരണം ഫുൾ ആക്ഷനും ഓട്ടവും പാർക്കൂർ ഫ്രീ റണ്ണിങ് സ്റ്റഫാണ്. ഹൗ ഡിഡ് യു ലൈക്ക് ദ ഫിലിം? സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ്, പ്രണവ് മോഹൻലാൽ കൊച്ചിലെ തന്നെ എനിക്ക് തോന്നുന്നു കേരള ഫിലിം അവാർഡാണോ കിട്ടിയിട്ടുള്ളത്, സ്റ്റേറ്റ് ഫിലിം അവാർഡ് എന്തോ കിട്ടിയിട്ടുള്ള നടനാണ്. അപ്പം അഭിനയിക്കാൻ പുള്ളിയെ പഠിപ്പിക്കേണ്ടതായിട്ടില്ല. പക്ഷേ എനിക്ക് ആസ് എ ലേമാൻ കണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് ഫസ്റ്റ് ഹാഫ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ് ഹാഫാണ് എനിക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടത്. ഡ്രാമയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഡ്രാമ ആയിരുന്നു. ഒരാളിനെ ഇങ്ങനെ എന്തുവാണ് ഫോക്കസ് ചെയ്തുകൊണ്ട് മാത്രം ഈ പറഞ്ഞതുപോലെ എഴുതിയിരിക്കുന്ന പോലെ തോന്നി. സോ സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രോബ്ലം വിത്ത് ആ ഒരു സാധനം ഈ സാധാരണഗതിയിൽ ഇമാതിരി ഒരു ഫാസ്റ്റ് പേസ് ഫിലിം നമ്മൾ യൂഷ്വലി കാണുന്നത് ഫോറിൻ ഫിലിംസിലാണ്, വിച്ച് ഇസ് ലൈക്ക് എ 90-minute ഫിലിം. ഇതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ ഉണ്ട്, ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് ഡബിൾ ഉണ്ടെന്ന് മാത്രമല്ല അങ്ങനെ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട്. ഫോറിൻ മൂവീസിൽ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കുന്ന പകുതി സിനിമയ്ക്ക് ശേഷമാണ്. ഇത് അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇത്രയും സ്കിൽസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇതില് വേറൊരു സാധനം എന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, പ്രണവ് മോഹൻലാലിനെ ഇഷ്ടപ്പെടും കേട്ടോ, നമുക്കൊരു ഇഷ്ടം തോന്നും ആ ക്യാരക്ടറിനോട്. അതുണ്ട്. കാര്യം മോഹൻലാലിന്റെ മോനായതുകൊണ്ടാണോ എനിക്ക് അറിഞ്ഞൂടാ. അതങ്ങനെയല്ല, ഹാർഡ് വർക്കിംഗ് നേച്ചർ പുള്ളിക്കാരനുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഈ ഗിറ്റാർ വായിക്കുന്ന പോലും വെറുതെ കൈയിട്ട് ഓടിക്കുന്നൊന്നുമില്ല. അവന് ഗിറ്റാർ വായിക്കാൻ അറിയാം, അത്യാവശ്യം ഗിറ്റാർ വായിക്കാൻ അറിയാം. അത് മാത്രമല്ല ഈ ബാക്കിയുള്ള ഫ്രീ റണ്ണിങ്ങും ഓൾ ഓഫ് എ സഡൻ പുള്ളി ചെയ്തൊന്നുമല്ല. ഇതിനുവേണ്ടി കുറെ പണിപ്പെട്ടിട്ടുണ്ട്, കുറെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു പോസ്റ്റ് കണ്ടതാണ്, അതായത് ഈ മൗണ്ടനിയറിംഗ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ പറയുന്നത് നമ്മുടെ കൂട്ടത്തിലെ മൗണ്ടനിയറിംഗ് എന്തൂസിയാസ്റ്റ് ആയ ആളിനെ വെൽക്കം ടു മലയാളം സിനിമ. അപ്പൊ അങ്ങനെ നാച്ചുറലി പുള്ളി ഈ പറയുന്ന കാട് കയറുക, മല കയറുക, ഫ്രീ റണ്ണിങ് ചെയ്യുക, ഗിറ്റാർ സാധനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കക്ഷിയാണ്. സോ ഐ തിങ്ക് ഹി വിൽ ബി എ വെരി ഗുഡ് അഡീഷൻ.
he has to put more time in improving his acting skills. ആക്ടിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്താൽ ഞാൻ ഡെഫിനറ്റ്. പിന്നെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, ഇതിപ്പം ഈ വിഷ്ണു നേരത്തെ പറഞ്ഞ പോലെ ലോഞ്ച് പാഡ് എന്ന് പറഞ്ഞതുപോലെ ലോഞ്ച് ചെയ്തേ ഉള്ളൂ. ഇഫ് ഹി ഗെറ്റ്സ് a better script and if he shape his acting skills in a better way, മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു നല്ല ഇങ്ങനെ ഒരു അത്ലീറ്റ് ഇല്ല. ആക്ഷൻ ഫിലിംസിന് വേറെ റേഞ്ച് എത്തിക്കാൻ പറ്റും. ഇതിലൊരു 1-2 കാര്യങ്ങൾ ഇവർ പറയാത്ത 1-2 കാര്യങ്ങൾ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യങ്ങൾ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ 140 മിനിറ്റ് സിനിമയിൽ എനിക്ക് തോന്നുന്നു പ്രണവ് മോഹൻലാൽ മാത്രം ഒരു 120 മിനിറ്റ് ഉണ്ട്. ലിറ്ററലി ഉണ്ട്. കാരണം പറഞ്ഞാൽ അത് വളരെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് പുള്ളിയെ പ്രൊജക്ട് ചെയ്യണം എന്നുള്ള ഒരു ആംഗിളിൽ തന്നെ എടുത്തിട്ടുള്ള സിനിമയാണെന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ക്യാരക്ടേഴ്സിൽ കോൺസെൻട്രേറ്റ് എല്ലാ ക്യാരക്ടേഴ്സും പുള്ളിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു ലെവലിലാണ് സിനിമ എഴുതിയിരിക്കുന്നത്. കാരണം ഒരു ഫ്രെയിം കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫ്രെയിമിൽ എന്തായാലും പ്രണവ് മോഹൻലാൽ വരും എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ ബിൽഡ് ചെയ്തിരിക്കും. അപ്പോൾ അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ കുറേ നാൾക്ക് ശേഷമാണ് വളരെ തനി നാടൻ നമ്മുടെയൊക്കെ അടുത്തൊക്കെ വീട്ടിൽ താമസിക്കുന്ന ഒരു പയ്യൻ, അതായത് ഒരു ബഹളവും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഭയങ്കര അതിമാനുഷികതയൊന്നും തോന്നിക്കാത്ത ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പയ്യന്റെ ലുക്കുള്ള ഒരാൾ വരുന്നു. അതൊരു ഭയങ്കര ഒരു ഫാക്ടറാണ്. കാരണം ആ ഒരു അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ലിറ്ററലി ഇപ്പൊ അത്രയും ചെറുപ്പക്കാരും ഇല്ലായിരുന്നു. ശരിയാണ്. എല്ലാവരും മോഡൽ ലുക്സോട് അതാണ് ആ ഒരു വ്യത്യാസം ഭയങ്കര. അങ്ങനെയൊന്നുമില്ല, സാധാരണ ഒരു പയ്യൻ, നമുക്ക് പരിചയമുള്ള ഏതോ കോളേജിലൊക്കെ പഠിക്കുന്ന പയ്യൻ എന്നുള്ള ഹാറ്റ്സ് ഓഫ്. കാരണം ഈ പറയുന്ന പോലെ വേണമെങ്കിൽ പുള്ളിയുടെ ഈ ഹെയർ ഒക്കെ ഫിക്സ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴത്തെ പിന്നെ വേറൊരു തോട്ടിലായിരുന്നു ഈ ബോഡി ഷേമിങ്ങിനൊക്കെ അഗേൻസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ അങ്ങനെയാണ്. അതാണ് പുതിയ ന്യൂ ജെൻ തോട്ട് എന്ന് പറയുന്നത്. സോ ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. ആൻഡ് ഫൈനൽ തോട്ട്സ് ലൈക്ക് ഇറ്റ്? ഇറ്റ്സ് എ ഫൺ ഫിലിം. ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ പോയി കാണാനുള്ളത് ഉണ്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ കാണാത്തൊരു ഷോണറാണ്. ഇമ്മാതിരി ഓട്ടോ അടി എന്നൊക്കെ പറഞ്ഞാൽ ആക്ഷൻ സീക്വൻസസ് ഒന്നും മലയാളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫോറിനറാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. ഫ്രാൻസ് എന്നുള്ളൊരു ടീമൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ ഇങ്ങനെ ജെയിംസ് ബോണ്ട് മൂവിയിൽ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ സീരീസിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഫ്രീ റണ്ണിങ്. ഹീസ് ദ പേഴ്സൺ ഹു ആക്ച്വലി പാർക്കൂർ കൊണ്ടുവന്ന മനുഷ്യനാണ്. ആ ഫ്രീ റണ്ണിങ്ങിന്റെ ഒരു പേസ് നമുക്ക് ഇതിനകത്തും കിട്ടും. അത്യാവശ്യം ചില ആക്ഷൻ ചവിട്ടൊക്കെ ഉണ്ടല്ലോ, ക്ലാസിക്കാണ്. എനിക്ക് പെട്ടെന്ന് തോന്നിയത് ജാക്കി ചാൻ ആ ടൈപ്പ് ഐഡിയ അല്ല. ജാക്കി ചാൻ സിനിമയിലെ സെയിം സാധനമാണ് അവസാനം കാണിച്ചു, മറ്റേ ഇതിൽ. അല്ല, 100% ചെക്കന്മാർക്ക് 100% ഇഷ്ടപ്പെടുന്നതാണ്. ഫാമിലി ക്രൗഡിലുള്ള ഒരു സിനിമയല്ല. ദിസ് ഇസ് ദ ലോഞ്ച് പാഡ് ഫോർ പ്രണവ് മോഹൻലാൽ ആൻഡ് ഇറ്റ്സ് എ ഗുഡ് വാച്ച്. മലയാളത്തിൽ ഈ പറഞ്ഞ സ്ഥിരം കാണുന്ന ഒരു സാധനമല്ല. ബട്ട് ദിസ് ഗൈ ഹി ഹാസ് ടു വർക്ക് ഓൺ ഹിസ് ആക്ടിംഗ് സ്കിൽസ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ബൂസ്റ്റ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മോഹൻലാലിന്റെ മകൻ എന്നുള്ള മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുതുമുഖ നടനാണ്. അപ്പോൾ നാച്ചുറലി ഒരു സപ്പോർട്ട് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഒരുപക്ഷെ ഇനിയും നല്ല സിനിമകൾ വരാം. അപ്പോൾ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണാം. പ്രണവ് മോഹൻലാൽ ഒരിക്കലും നമ്മൾ റിവ്യൂ കാണാൻ ചാൻസ് ഇല്ല. ബട്ട് ഇൻ കേസ് യു സീ ദിസ്, we are supporting you. No, obviously we are supporting you. The thing is, you're getting a chance which not many get. അങ്ങനെ ഒരു സപ്പോർട്ട് സിനിമ റിലീസ് ആവുന്നതിന് മുൻപേ ഗ്ലോബൽ ഫാൻസ് ആൻഡ് ഓൾ ദോസ് ജാസ് take use of that, make use of that, because you know it's an unfair advantage on a neutral basis, but welcome to the family and make use of it. Alle? Yes.